നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ CP ജോൺ. വളരെ നന്ദി എന്നെ ക്ഷണിച്ചതിന്. വളരെ സംഭവ ബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു വശത്ത് അൻവർ എന്ന പോരാളി വെല്ലുവിളിക്കുന്നത് പ്രതിപക്ഷത്തിനെ കൂടിയാണ്. അൻവറിന്റെ ഡയറക്റ്റ് ടാർഗറ്റ് ഒരു ADGP P ശശി, സുജിത് ദാസിനെ പോലെയുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. കേരളത്തിലെ അഴിമതിക്കാരെ കണ്ടെത്താൻ അദ്ദേഹം പ്രത്യേക പോർട്ടൽ തുടങ്ങിയിരിക്കുന്നതിന്റെ വാട്സാപ്പ് നമ്പറുകൾ ഷെയർ ചെയ്തിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ ശുദ്ധീകരിക്കാനുള്ള വാശിയിലാണ് അൻവർ. അൻവറിന്റെ പോരാട്ടം കേരളം ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കുരുക്കിലാണ്. കാരണം ADGPയുമായി പ്രതിപക്ഷ നേതാവ് ഒത്തുകളിച്ച് തൃശൂർ പൂരം കലക്കിയെന്നാണ് അൻവർ പറയുന്നത്. അൻവർ പറയുന്നത് ആകെക്കൂടി ഒരു ഭയത്തിന്റെ ഒരു കാലഘട്ടം. ഇതൊരു ശുദ്ധീകരണമാണോ? അൻവർ തുടക്കമിട്ടത് ഈ കേരള പോലീസിന്റെ നവീകരണവും ഒപ്പം പ്രതിപക്ഷത്തിന്റെ പോരായ്മകൾ തുറന്നു കാട്ടൽ, ഇതാണോ അൻവറിന്റെ ലക്ഷ്യം? ഞാൻ ഈ വിഷയത്തെ വളരെ ശ്രദ്ധാപൂർവമാണ് നിരീക്ഷിച്ചത്. അല്ലാതെ വന്ന ഉടനെ തന്നെ ഒരു റിയാക്ഷൻ, ഒരു നീജർക്ക് റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്നൊരു റിയാക്ഷൻ നടത്താൻ പറ്റുന്നതല്ല. കാരണം വളരെ വർഷങ്ങളായിട്ട് നമ്മൾ കേരളത്തിൻ്റെ പോലീസിങ്ങിനെ കുറിച്ചും ജസ്റ്റിസ് നടപ്പാക്കുന്ന ഏജൻസികളുടെ പ്രവർത്തനത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസിനെ കുറിച്ചും ഒക്കെ വളരെയധികം ചർച്ചകൾ അക്കാഡമിക് തലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ട് വേണ്ടത്ര നടക്കുന്നില്ല എങ്കിലും ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സംഭവത്തെ ഒരു സംഭവം എന്ന രീതിയിലല്ല കാണുന്നത്. ഈ സംഭവം ഏത് പ്രക്രിയയുടെ ഭാഗമാണ്? ഒറ്റപ്പെട്ട സംഭവം എന്നൊരു വാക്കുണ്ടല്ലോ നമ്മള്. അതെ, ഇത് ഒറ്റപ്പെട്ടതല്ല. അതെ, അൻവറിന്റെ പ്രസ്താവന, ഇതിനടുത്തുള്ള പ്രതികരണം ഒറ്റപ്പെട്ടതല്ല. ഇത് വർഷങ്ങളായി, പ്രത്യേകിച്ച് പിണറായി ഭരണത്തിൽ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രോസസ് എന്ന് പറയുന്നതിനെ ഇംഗ്ലീഷിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ചില മേഖലകളിൽ വിളിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് എന്നാണ്. അതിന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ആഴമുള്ള ഭരണകൂടം എന്ന് പറയുന്ന അർത്ഥശൂന്യമാണ്. നിഗൂഢ ഭരണകൂടം. അല്ല, ഇതില് മലപ്പുറം CPM മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവ് ഇന്നലെ ഒരു പ്രസ്താവനയല്ല, ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നു. ഭീഷ്മ പിതാമഹന് നേർക്ക് ശിഖണ്ഡിയെ മുൻനിർത്തി ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്. പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ശിഖണ്ഡിയെ മുൻനിർത്തി ചിലർ പിന്നാമ്പുറങ്ങളിൽ കളിക്കുന്നു എന്ന് ഒരു കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. കഥ നീട്ടിക്കൊണ്ടുപോയാൽ ഭീഷ്മ പിതാമഹൻ വീഴണം. കുമാർ ആഗ്രഹിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് പോയി ഭീഷ്മര് വീണു. അല്ല, പക്ഷെ ഭീഷ്മര് വീണു. അതവിടെ നിൽക്കട്ടെ. ഈ കഥ പറയുന്നത് വീഴുവോ? അല്ല, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഭീഷ്മര് എന്ന് പറയുന്ന പിണറായി വിജയൻ, അദ്ദേഹം അറിഞ്ഞും അറിയാതെയുമായിട്ട് ഈ ഡീപ് സ്റ്റേറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഡീപ് സ്റ്റേറ്റ്? അല്ല, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. സംഘത്തിന്റെ അത്രയും പോരാ. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഇൻ ദ സ്റ്റേറ്റ്. നിയമാനുസൃതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. ജനാധിപത്യ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ജുഡീഷ്യറി, പോലീസ്, എക്സിക്യൂട്ടീവ്, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. അതിനകത്തൊരു സ്റ്റേറ്റ് നിർമ്മിക്കുന്നതിനാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. അത് തുർക്കിയിൽ നിന്നുണ്ടായ ഒരു വാക്കാണ് 50കളിൽ. പിന്നീട് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ പ്രസക്തമല്ല നമ്മുടെ ചർച്ചയിൽ. അല്ല, നേരത്തെ തന്നെ പല തലത്തിലുള്ള സംഭാഷണങ്ങൾ ഇവിടെ പാർട്ടി കോടതി, പാർട്ടി പോലീസ് സ്റ്റേഷൻ, പാർട്ടി ഭരണം. അത് പാർട്ടിയിലെ അതാണ്, ഇത് ഭരണത്തിലെയാണ്, ഇത് നമ്മുടെ ഗവർണൻസിലെയാണ്, ഗവൺമെന്റിലാണ് ഈ ഡീപ് സ്റ്റേറ്റ്. അതുകൊണ്ടായിരിക്കും MP ഗോവിന്ദൻ പറഞ്ഞ പാർട്ടിയുമായി കൂട്ടിക്കെട്ടണ്ട. അതുകൊണ്ടൊന്നും പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് സ്വയം ക്യാച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഈ പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിമാരിലെ ആദ്യത്തെ ഡീപ് സ്റ്റേറ്റ് ക്രിയേറ്റർ. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജ് ഡീപ് സ്റ്റേറ്റ് നിർമ്മാണം അല്ല. ഇറ്റ്സ് എ ക്രൈസിസ് ഇൻ ദ ഡീപ് സ്റ്റേറ്റ്. അതും എല്ലായിടത്തും നടന്നിട്ടുള്ളതാണ്. ആദ്യം ഡീപ് സ്റ്റേറ്റ് കെട്ടിപ്പോക്കും, അതിൽ തന്നെ തകരും. അതാണ് കൊള്ളസംഘത്തിലെ കുഴപ്പമെന്നൊക്കെ നമ്മൾ സിനിമാ കഥകളിൽ പറയും. പക്ഷെ അതല്ല, നമ്മൾ എത്രയോ സിനിമകളിൽ അത് കണ്ടിട്ടുണ്ട്. അവസാനം വരുമ്പോൾ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ
DGP തന്നെയാണെന്ന് മനസ്സിലാവുക. അതെ. അപ്പൊ അത് വെറും കഥയല്ല, അത് സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥയാണെങ്കിലും ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രോസസ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ചെഷസ്ക്യൂ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സൈന്യം തന്നെ ഉണ്ടായിരുന്നു. ഹിറ്റ്ലറിന് തന്നെ, അദ്ദേഹം തന്നെ ഫാസിസ്റ്റ് ആയിരുന്നെങ്കിലും അതിനകത്തൊരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിനുണ്ട് അല്ലേ? ആ പുടിൻ തന്നെ അതിന്റെ ഭാഗമായിരുന്നു. KGB വേറൊരു ചാരസംഘടനയല്ല, അത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ്. ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. മറ്റു രാജ്യങ്ങളിൽ പോയിട്ടും അദ്ദേഹം പല കളി കളിക്കും. അത് അവിടുത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സോട് പറഞ്ഞിട്ടല്ല. കറക്റ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് കഷ്ടകാലത്തിന് കേരളത്തിൽ ഇത് ഉണ്ടാക്കിയത് പിണറായി വിജയനാണ്. അതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ദുരന്തം. സ്വർണ്ണക്കടത്തും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമല്ലേ? ശിവശങ്കരൻ ജയിലിൽ പോയില്ലേ? ഇപ്പൊ അദ്ദേഹം ജയിലിലാണോ പുറത്താണോ എന്ന് പോലും ആരും നോക്കുന്നില്ല. എനിക്ക് പറഞ്ഞുകൂടാ, അത് ചിലപ്പോൾ ആയിരിക്കും, അല്ലായിരിക്കും. അപ്പൊ അതിന്റെ ഇരകളുണ്ട്. ഈ ഡീപ് സ്റ്റേറ്റിന് ഒരുപാട് ഇരകളുണ്ട്. അവസാനത്തെ ഇര അതിന്റെ നിർമ്മിതാവ് തന്നെയായിരിക്കും. അങ്ങനെയാണ് ആ കഥ പോവുക. അതാണ് അതിന്റെ ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ആദ്യം ശിവശങ്കരൻ എപ്പിസോഡ് കഴിഞ്ഞു, പിന്നെ വേറൊരു സിസ്റ്റം അദ്ദേഹം ഓഫീസിലും ഒക്കെ ആയിട്ടുണ്ടാവും. ഇത് വെറുതെ അൻവർ ഒരു ഓഫീസൊന്നുമല്ല, ഇത് CMO എന്ന് വിളിക്കാവുന്ന, ഇപ്പൊ PMO എന്ന് പറയുന്നില്ല, CMO, DGയുടെ ഓഫീസ് അല്ലെങ്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, HQ, അതേപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ഹാൻഡ് പിക്ഡ് ഡർട്ടി ട്രിക്ക് എക്സ്പേർട്സ് എന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ പഠിക്കാത്ത ആളുകൾ. അതിൻ്റെ തലവനായിരുന്നു ആര്? അൻവർ. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് 150 കോടി പ്രതിപക്ഷ നേതാവ് വാങ്ങിച്ചു, ആംബുലൻസിൽ പൈസ കൊടുന്നു, ഇപ്പൊ പൂരം കലക്കി എന്നൊക്കെ എന്തും എവിടെയും പറയാൻ മടിയില്ലാത്ത ഒരാൾ വേണം. പോരാത്തതിന് എപ്പോഴും ഈ ഡീപ് സ്റ്റേറ്റിൽ ബിസിനസ് ഉണ്ടായിരിക്കും. അല്ല, ഒരു കാലത്ത് മാധ്യമങ്ങൾ എല്ലാത്തരം തട്ടിപ്പുകളുടെയും മൂർത്തിഭാവം ആയി ചിത്രീകരിച്ചിരുന്ന അൻവറാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. മനസ്സിലായോ? പക്ഷെ മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന പോലെ അതിനകത്ത് ക്രൈസിസ് വന്നു. അപ്പൊ ഞങ്ങൾ പോലും UDF ഇത് എന്ത് സംഭവിക്കുന്നത്? അൻവർ എന്തൊരു ബുൾഡോഗിനെ പോലെ, ബുൾഡോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണല്ലോ. അവര് വന്ന് ചാടി വീഴുന്ന, പിണറായി വിജയന് ചാടി വീഴുന്ന ബുൾഡോഗ് തന്നെ കിടന്ന അദ്ദേഹത്തിന് അതിന് ഉടമസ്ഥനെ നേരെ തിരിയുന്നു. വിചിത്രമായ കാഴ്ച. ഇനി ശശിയുടെ നേർക്ക് എനിക്ക് ആരോപണങ്ങളില്ല, രാഷ്ട്രീയം ഞാൻ സംസാരിക്കില്ല എന്നാ പറഞ്ഞത്. അല്ല, ആദ്യം അദ്ദേഹത്തിന്റെ നേരെയാണല്ലോ ചാടി, ശശിയുടെ നേരെയാണല്ലോ ചാടി കയറിയത്. അല്ല, പിന്നീട് പിണറായി വിജയനെ നേരിൽ കണ്ടതിന് ശേഷം ശശിയുടെ പേര് മിണ്ടിയിട്ടില്ല ആയിരിക്കാം. പക്ഷെ അപ്പൊ ഞാനപ്പോ എന്നോട് പലരും ചോദിച്ചു എന്താ ശശിയെ കുറിച്ച്. ശശി ഞാനും പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു ഒരു കാലത്ത്, അതല്ല 40 വർഷം മുമ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം ശശിയുടെ ഒരു ഘടകമേ അല്ല. ശശി മുഖ്യമന്ത്രിയുടെ നിഴല് മാത്രമാണ്, അല്ലേ? മുഖ്യമന്ത്രി പേരെ കൊണ്ട് ഇദ്ദേഹം നാളെ തൊട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ടെന്ന് പോലും പറയണ്ട, വേറെ ആളെ വെച്ചാൽ മതി, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ശശി ഒരു PSC കൂടെ വന്ന ആളല്ല, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹത്തെ വിമർശിച്ചെന്തിനാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ചില വലിയ വലിയ ജന്മിമാരെ വിമർശിക്കുന്നതിന് പകരം കാര്യസ്ഥനെ വിമർശിക്കും. ജന്മി വലിയ നമ്പൂരിപ്പാടോ അല്ലെങ്കിൽ വലിയ നമ്പുരാനൊക്കെ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തെ വിമർശിച്ചാൽ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ കാര്യസ്ഥനാണ് കുഴപ്പം. പറഞ്ഞത് ജന്മിക്കെതിരെ തന്നെയാണ്. അപ്പൊ അൻവർ വരണ്ടിരിക്കുന്നു. അല്ല, അൻവർ ഇപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും മറ്റു തട്ടിപ്പുകാരെയൊക്കെയാണ്. നമ്മുടെ മാധ്യമങ്ങൾ അക്കാര്യം ചർച്ച ചെയ്യുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ കൊണ്ടുപോയി പീഡിപ്പിച്ച SPയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞ ADGPയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ കൊട്ടേഷൻ സംഘത്തെ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് CBI എൻക്വയറി ചെയ്യട്ടെ, CBIക്ക് വിടണം. അതെ, എന്തിനിവിടെ എൻക്വയറി ചെയ്യുന്നത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് CBI അന്വേഷിക്കട്ടെ. അല്ല, ഇത് മുഖ്യമന്ത്രി അന്ന് ധൈര്യമായിട്ട് CBIക്ക് വിട്ടല്ലോ. ആദ്യത്തേത് സ്വർണ്ണക്കള്ളക്കടത്ത്, സംഗതി പുലിവാലായത് വിട്ടതാ ബദ്ധായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് തന്നെ വിടുന്നില്ല. പിന്നെ CBIയെ സെറ്റിൽ ചെയ്യാൻ മണക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ വിടാനേ തയ്യാറല്ല. വിടണമായിരുന്നെങ്കിൽ ഇതാണ് ആദ്യം വിടേണ്ടത്, അല്ലേ? തീർച്ചയായും. ഇത്രയും വലിയ കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. അതും കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം. ADGPക്കെതിരെ ഇപ്പോൾ IG ലെവലിലുള്ള ആളുകൾ അന്വേഷിക്കുന്ന വല്ല കാര്യമുണ്ടോ?
അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കേസ് വിടണമെങ്കിൽ ഇപ്പോഴാണ് വിടേണ്ടത്. പക്ഷെ വിടാൻ പേടിയാണ്. വിട്ടാൽ എല്ലാവരുടെയും അലമാരകളിൽ ഒരുപാട് അസ്ഥിപഞ്ജരങ്ങളുണ്ട്, സ്വർണ്ണ ബിസ്ക്കറ്റുകളുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനതിൻ്റെ പൊളിറ്റിക്കൽ സൈഡാണ് പറയുന്നത്. ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താന്ന് പറഞ്ഞാൽ, ഇത് കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, CPM എന്ന പാർട്ടിക്ക് CPM-ന്റെ തന്നെ ഭരണത്തിന്റെ മുകളിലുള്ള പിടി പോയി. അങ്ങ് പറഞ്ഞു വരുന്നത് അൻവറിന്റെ അലമാരകളിൽ പോലും അസ്ഥിപഞ്ജരങ്ങൾ ഉണ്ടാകും. അൻവറിനെ കൊണ്ടുവരെ എന്തൊക്കെ ജയിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? നമുക്ക് തന്നെ കേട്ടിട്ടുണ്ടല്ലോ പലതും. അപ്പൊ അൻവർ ഇവരുടെ സംഘത്തു നിന്നും പുറത്തുപോയി. എപ്പോഴും സംഘങ്ങൾ പൊട്ടുമ്പോൾ വലിയ വലിയ ശബ്ദം കേൾക്കാം, അല്ലേ? ആ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർന്നുകൊണ്ടിരിക്കും. അല്ല, ഒരു സംസ്ഥാനത്തെ ADGP കൊലപാതകിയാണ്, കൊള്ളക്കാരനാണ്, നൊട്ടോറിയസ് ക്രിമിനൽ. ഇന്നലെ അൻവർ ഉപയോഗിച്ച നൊട്ടോറിയസ് ക്രിമിനൽ, അതെ, ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ഭരണകക്ഷി അയാളുടെ പേരിൽ കേസെടുത്തോ? ഇല്ല, അയാളുടെ പേര് കേസെടുക്കാൻ ധൈര്യമില്ല. ഈ ADGPയുടെ ഭാര്യയുടെ മൊബൈൽ കോൾ ടാപ്പ് ചെയ്ത് ഈ ഭാര്യ സംസാരിച്ചത് മുംബൈയിലുള്ള ഒരു അധോലോക നായകനോടാണെന്ന് പറയുന്നു. അതെ, അതിന്റെ പേരിൽ കേസെടുത്ത് അന്വേഷിക്കണ്ടേ? ഈ അൻവറിന്റെ പ്രസ്താവനകളെ മുഴുവൻ FIR ആക്കി മാറ്റണ്ടേ? ഒരു FIR ആക്കി മാറ്റി FIR ഇട്ടാലേ CBIക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് CBIക്ക് കൊടുക്കണ്ടേ? NIAക്ക് കൊടുക്കണ്ടേ? ഇത് അന്ന് കാണിച്ച ആവേശം എന്തുകൊണ്ട് പിണറായി ഇപ്പൊ കാണിക്കുന്നില്ല? അന്ന് ആവേശം കാണിച്ചെങ്കിൽ തുടർച്ച ഇപ്പോഴും പറഞ്ഞു. സ്വപ്ന സുരേഷ് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു, ആരും ശ്രദ്ധിക്കുന്നില്ല. അവരെ എന്താ പറഞ്ഞത്? എന്നെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചത് മജിത് കുമാറാണ്. അവര് സരിത്ത്, സ്വപ്ന സുരേഷ് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അന്ന് സ്വയം ഓർക്കുണ്ടോന്നറിയില്ല. അപ്പൊ ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിലോ അങ്ങാടിയിൽ ഒരാടുന്ന എന്നെ കണക്കാക്കാനോ, അവിടെ അങ്ങാടിയിൽ നടക്കുന്ന ആൾക്കാർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ CPM-ന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഭരണത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഭരണത്തിന് വേണ്ടി CPM നിയോഗിച്ച ആളാണല്ലോ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. പിന്നെ ആ സമയത്ത് കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഗവൺമെൻറ് കൊണ്ട് തിരിച്ചു വന്നു. അല്ല, പല കാര്യങ്ങളും നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ അന്ന് DGP ആയിരുന്ന സെൻകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിന് കാരണമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധമാണ്. അതെ അതെ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തൻ, പിണറായി വിജയന്റെ ഏറ്റവും കാവൽ, നമുക്ക് അടുത്ത വാക്ക് ഉപയോഗിക്കേണ്ട എങ്കിലും പിണറായി വിജയനോടൊപ്പം സന്തത സഹചാരിയായി അദ്ദേഹത്തിന്റെ എല്ലാ സുരക്ഷയും ഏറ്റെടുത്ത് നടന്നിരുന്ന ADGP സംഘപരിവാർ ക്യാമ്പിലാണ്. 2 RSS, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നേതാക്കളുമായി വളരെ ആത്മബന്ധം പുലർത്തുന്നു, അവരുമായി സജീവമായി ഇടപെടുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും വെച്ചുള്ള കൂടിക്കാഴ്ചകൾ, ഇതൊക്കെ അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട്. പൊളിറ്റിക്സിലേക്ക് ഇനി നമുക്ക് വരാം. അതെ, അതിൻ്റെ പൊളിറ്റിക്സ് പറയുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ ചെന്ന് പെട്ടിട്ടുള്ള ഈ ഡീപ് സ്റ്റേറ്റ് ക്രൈസിസ് ഉണ്ടല്ലോ, സ്വർണ്ണക്കടത്ത്, അതിൽ നിന്ന് ഊരിപ്പോരണം എന്നത്. അവിടെ ഭരിക്കുന്നത് BJP അല്ലേ? അതെ. BJPയും സംഘപരിവാറുമായി ബന്ധപ്പെടാതെ ഒരു ഇഞ്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു മന്ത്രിയുടെ ഭാര്യയും കൂടെയാണ് ഇപ്പോൾ, ആദ്യമല്ലായിരുന്നു. ആ മകളുടെ പേരിൽ SFIO എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ പേരെന്താ? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. അതൊക്കെ ഫ്രോഡല്ല, സീരിയസ് ഫ്രോഡ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓർഗനൈസേഷൻ. അല്ല, അന്വേഷണം ഇവിടെ പോയി. അപ്പോൾ അതൊക്കെ ഫ്രീസ് ചെയ്യണമെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെടണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധപ്പെടലുകൾ കൃത്യമായിട്ട് നടന്നു. മാത്രമല്ല, അതിനു മുമ്പ് 1.25 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകള് ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു കരിമ്പട്ടിക കമ്പനിയുമായിട്ട്, കരിമണൽ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കി 1.25 കോടി രൂപ ടാക്സ് കൊടുക്കാതെ, അല്ലെങ്കിൽ അവരുടെ ടാക്സ് പ്രശ്നം വന്നപ്പോൾ അത് പുറത്തു വന്നു, അല്ലേ? ടാക്സ് കൊടുക്കാത്തതുകൊണ്ടാണല്ലോ പുറത്തു വന്നത്. അപ്പോൾ ഇതിന് ടാക്സ് കൊടുത്തു എന്നൊക്കെ പിന്നെ പല വിശദീകരണങ്ങളും ഉണ്ടായി. എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകള് ആ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു സംവിധാനത്തിന് ഷെയറുള്ള, KSDCക്ക് ഷെയറുള്ള ആ ഷെയർ 7% ഷെയറുള്ള കമ്പനിയിൽ നിന്നും പണം വാങ്ങി. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതാണ് ഞങ്ങളൊക്കെ പറഞ്ഞത്. ഒരു സ്ഥലത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്, അത് നടന്നു. അപ്പോൾ അത് ഒതുക്കണം. അപ്പോൾ ഇങ്ങനെ അവരുമായിട്ടുള്ള, പിന്നെ നേരത്തെ തന്നെ ലാവ്ലിൻ അത് വേറൊരു
അജണ്ടയുണ്ട്. അപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം 2-3 ഊരാക്കുടുക്കുകൾ അഴിക്കാൻ ഇവരുമായിട്ടുള്ള ബന്ധം അനിവാര്യമാണ് എന്ന് വന്നു. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ ഒരു മുഖ്യമന്ത്രി, ഏത് മുഖ്യമന്ത്രിക്കാണെങ്കിൽ, പ്രത്യേകിച്ച് പിണറായിക്കുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്തെങ്കിലും പറയാം. ഇവിടെ കോൺഗ്രസ് തോറ്റു, UDF തോറ്റു അല്ലേ? അവിടെ തോറ്റുകൊണ്ടേയിരുന്നു, 2 തവണ തോറ്റു. അതെ. ആ തോൽവി ഒന്നിൽ നിന്ന് അതിനേക്കാളും മോശത്തിലേക്കാണ് തോറ്റത്. രാഹുൽ ഗാന്ധിയുടെ 1ാം തോൽവിയേക്കാൾ മോശമായിരുന്നു 2ാം തോൽവി, താഴത്തേക്കാണ്. അപ്പോൾ ഇനിയും താഴത്തേക്ക് പോവാം. പക്ഷെ അദ്ദേഹം വളരെ മുന്നോട്ട് പോയെന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ 1ാം തോൽവിയിൽ നിന്നും മോശമായ 2ാം തോൽവി വന്നപ്പോൾ ഇതിനേക്കാളും മോശമായ 3ാം തോൽവി പ്രതീക്ഷിക്കാമല്ലോ. 2024 തോറ്റാൽ കേരള രാഷ്ട്രീയം എന്തായിരിക്കും? കേരള രാഷ്ട്രീയം ഒരു ഭാഗത്ത് BJP, മറുവശത്ത് LDF, CPM. എങ്ങനെ? ബംഗാൾ പോലെ. ഒരു ഭാഗത്ത് മമത, മറുഭാഗത്ത് BJP. അവിടുത്തെ UDF എന്ന് പറയുന്നത് കോൺഗ്രസും CPM കൂടെ ചേർന്നതാണ്. പിണറായിക്ക് എന്നൊന്നും വിവാദമൊന്നുമല്ല. പിണറായിക്ക് കേരളത്തിന് പുറത്തുള്ള CPM കുറിച്ചൊന്നും മതിപ്പുമില്ല. അദ്ദേഹം ഒരു ഇലക്ഷൻ വർക്കിന് പോലും അവിടെ പോയിട്ടില്ല. പാമ്പിടിച്ച ഞാൻ പോലും എൻ്റെ പാർട്ടിയുടെ പിന്നെ ചില കോൺഫെഡറേഷൻ കേരളത്തിന് പുറത്തേക്ക് പിണറായി വിജയൻ പോകാത്ത വലിയ വാർത്തയാണല്ലേ. ഞാൻ പോലും ചെറിയ മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ടെന്ന് പറയാം. അത് വലിയ കാര്യമായിട്ടല്ല. നമ്മുടെ ഡ്യൂട്ടി ഞാൻ അതിൻ്റെ സെക്രട്ടറി ആകുമ്പോൾ പോകണ്ടേ ഈ കോൺഫെഡറേഷൻ്റെ. അദ്ദേഹത്തിന് അത് വലിയ പ്രശ്നമൊന്നും, അവിടെ അവനെന്തെങ്കിലും ചെയ്തോട്ട്. അപ്പോൾ അദ്ദേഹം അവിടെ കണ്ടത് ബംഗാളിലെ പോലെ മമതയുടെ സ്ഥാനത്ത് പിണറായി വിജയൻ, BJPയുടെ സ്ഥാനത്ത് BJP, ഇപ്പുറത്ത് കോൺഗ്രസും CPM ആണ് അവിടെ യോജിച്ച് നിൽക്കുന്നത്. ആ സ്ഥാനത്ത് UDF. അപ്പോൾ ഒരു നെഗ്ലിജിബിൾ ഫാക്ടറായിട്ട് UDF നിന്നോട്ടെ. UDF ക്ഷയിക്കുമെന്നും വരും കാലങ്ങളിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എല്ലാവരും പുതിയ ബംഗാൾ മോഡൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. ഓക്കെ, പുതിയ ബംഗാൾ മോഡലിൽ മമത ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥാനം കേരളത്തിൽ ആര് ഓക്യുപ്പൈ ചെയ്യുന്നു? പിണറായിയുടെ നേതൃത്വത്തിൽ LDF. പിന്നീട് ആർക്കും കൊടുക്കാം. ഓക്കെ, പക്ഷെ എന്താ സംഭവിച്ചത്? ഈ പരാജയം പാർലമെന്റിൽ നിന്നല്ല തുടങ്ങിയത്, തൃക്കാക്കരയും തുടങ്ങി. പാർലമെന്റിൽ കേരളത്തിൽ UDF ശക്തമായി തിരിച്ചു. തൃക്കാക്കര മുതൽ തിരിച്ചു. തൃക്കാക്കരയിൽ എന്തൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പിണറായിയാണ് സ്വയം നമ്മൾ കണ്ടത് അല്ലേ? മുകളിൽ മെട്രോ, താഴെ കേരയിൽ, അല്ലെങ്കിൽ മുകളിൽ കേരയിൽ, പിന്നെ മെട്രോ, പിന്നെ വാട്ടർ മെട്രോ. ഇതൊന്നും അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല. ഒരു തനിക്ക് വിട്ടുപോയൊരു വികസനത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഒരു വൻ വികസന പദ്ധതിയായ കേരയിൽ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജയിക്കാൻ തന്നെയാണ് പാലയിൽ നല്ല പ്രാക്ടീസുള്ള ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് വഷളാക്കിയത്. നിങ്ങളുടെ സുഹൃത്തായിരിക്കും, അതൊരു ഡോക്ടറാണെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ എന്തോ ഒരു ബുൾഡോസറിൻ്റെ മുകളിലൊക്കെ കയറ്റി നിർത്തി എന്തോ ഒരു അവകാശനാക്കി. അപ്പോൾ അതൊരു ഞെട്ടലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളി വന്നു അവിചാരിതമായിട്ട്. അപ്പോൾ പുതുപ്പള്ളി വന്നപ്പോൾ എന്താണ്? ഉമ്മൻചാണ്ടിയായിരുന്നു തൃക്കാക്കരയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റെല്ലാ ഇലക്ഷനും പോലെ ഉമ്മൻചാണ്ടി ഇല്ലല്ലോ. ഉമ്മൻചാണ്ടി മരിച്ചിട്ട് അതിൻ്റെ സിമ്പതി ഇടയിൽ ഉമ്മൻചാണ്ടി ഇല്ലല്ലോ. പക്ഷെ മരിച്ച ഉമ്മൻചാണ്ടി വളരെ അല്ല, അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലിൽ അവിടെയും ജയിക്കുന്നതേ പ്രതീക്ഷിച്ചത്. നിങ്ങൾക്ക് എന്നെക്കാളും CPMകാരായിട്ട് ബന്ധമില്ലേ? എന്നോട് CPMൻ്റെ ആൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ജയിക്കുമോ? അല്ലാതെ ഈ ചാണ്ടിയമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അവർക്ക് അത്ര ഒരു ശരിയാണല്ലോ, ശരിയല്ലേ? 80,000 വോട്ടാണ് ചാണ്ടി പിടിച്ചത്. ഉമ്മൻചാണ്ടി കിട്ടിയ വോട്ട്, ഉമ്മൻചാണ്ടി കിട്ടിയ വോട്ടിന് 10,000 വോട്ട് അല്ല, ആ ഒരു വികാരം അങ്ങ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ 15,000 വോട്ട് കൂടുതൽ കിട്ടി. വോട്ട് ഭൂരിപക്ഷം അല്ല പറയാം, മനസ്സിലായി. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അതേ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി പിടിച്ചേക്കാൾ കുറഞ്ഞ വോട്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രിയുടെ ഈ പ്ലാൻ അല്ലെങ്കിൽ പിണറായിയുടെ ഈ പ്ലാൻ, പൊളിറ്റിക്കൽ പ്ലാൻ, ആദ്യം തൃക്കാക്കരയിൽ പൊട്ടി, പുതുപ്പള്ളിയിൽ പൊട്ടി, പിന്നെ പാർലമെന്റിന് വേണ്ടി അദ്ദേഹം വലിയൊരു അജണ്ട ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകൻ ഞാനാണ്, ന്യൂനപക്ഷങ്ങളെ എൻ്റെ കൂടെ വരുവിൻ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്. പണ്ട് MVR ഒരു തമാശ പറയും, ലീഗ് വളരെ ശോഷിക്കുന്നു, ലീഗിന് നിലനിൽപ്പ് വേണമെങ്കിൽ LDFിലേക്ക് വരണം. അങ്ങനെയാണല്ലോ, അതായിരുന്നു സ്ട്രാറ്റജി. MP ഗോവിന്ദൻ അതല്ല, MVR പറഞ്ഞൊരു തമാശ പറയാം, പേടിയുള്ളവരെ എൻ്റെ ചുറ്റും വരുവിൻ, പിന്നെയും പേടിയുണ്ടെങ്കിൽ എന്നെ എടുത്തുകൊണ്ട് ഓടുവിൻ.
എന്ന് പറഞ്ഞ പോലെ അപ്പൊ ലീഗ് അദ്ദേഹം ലീഗിനെ വേറെ ചില സമുദായ സംഘടനകളിൽ നിന്ന് അവരവരുടെ മര്യാദയ്ക്ക് ചെല്ലുമ്പോൾ സമസ്തയുടെ പേരിൽ എന്തുമാത്രം അല്ല അവരുടെ സൂചന മര്യാദ കൊണ്ട് അവർ മുഖ്യമന്ത്രിമാരെ ഒന്നും പണക്കാറില്ലല്ലോ. പ്രത്യേകിച്ച് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷം വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ഒരു കേരളത്തിനെ പോലുള്ള രാജ്യത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വന്ന് അവർ മാന്യമായിട്ടല്ലാതെ പെരുമാറും. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ന്യൂനപക്ഷം CPM-നെയും പിണറായി വിജയനെയും ചതിച്ചു. കണക്കൊന്നും നോക്കണം, നമ്മളെ ശേഷം ഇരുന്നില്ല. ഭാരതപ്പുഴയ്ക്ക് വടക്കാണല്ലോ ഈ ഫാക്ടർ കൂടുതൽ അല്ലേ? ഭാരതപ്പുഴയ്ക്ക് വടക്കുള്ള മഞ്ചേശ്വരമുള്ള മണ്ഡലങ്ങളെ കാസർഗോഡ് പാർലമെന്റ് എടുത്ത ഒറ്റ മണ്ഡലമായിട്ട് എടുക്കുക, മലബാർ മണ്ഡലം എന്ന് പേരിടാം. അവിടെ എത്രയും ഭൂരിപക്ഷം എന്നറിയോ? UDF-ന് 10 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ്. ആലത്തൂർ ചേർത്താൽ പോലും. മനസ്സിലായി. ആലത്തൂർ 3 മണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ കൊച്ചിയാണ്. ഈവൻ നെന്മാറ പോലും കൊച്ചി രാജ്യമാണ്, മലബാറല്ല. ചിറ്റൂരും നെന്മാറയും ചിറ്റൂരും നെന്മാറയും കൊച്ചി രാജ്യമാണെന്നുള്ളത് താങ്കളുടെ മനസ്സിലുണ്ടോ? കൊച്ചി രാജ്യമാണ്. വാസ്തവത്തിൽ ആലത്തൂർ മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങളും സ്റ്റേറ്റ് ഓഫ് കൊച്ചിനായിരുന്നു. പോട്ടെ, അതും കൂടെ ചേർത്തോളൂ. ചേർത്താൽ പോലും 20,000 അല്ലേ കുറയുള്ളൂ. 10 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മലബാറിലുള്ളത്. ഇനി തിരുവിതാംകൂറിൽ വന്നാലോ? പിണറായി വിജയന്റെ സ്ട്രാറ്റജി പൊളിഞ്ഞു. എവിടെ? എല്ലായിടത്തും പൊളിഞ്ഞു. കല്യാശ്ശേരിയിൽ 1000 വോട്ടിന്റെ ഭൂരിപക്ഷം. സ്വന്തം മണ്ഡലമായിട്ടുള്ള പിണറായി വിജയന്റെ മണ്ഡലത്തിൽ എത്രയാ? 2000-3000 ലീഡ് അല്ലേ? അത് കഴിഞ്ഞാൽ മട്ടന്നൂർ മണ്ഡലം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ശൈലജ ടീച്ചറുടെ മണ്ഡലം 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 2000-3000 എന്ന് പറഞ്ഞാൽ മലബാറിലെ കണ്ണൂരിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർന്നു. പണ്ടും CPM തോറ്റിട്ടുണ്ട്. MA ബേബിയുടെ പറഞ്ഞു, ഞങ്ങൾ പണ്ടും തോറ്റിട്ടുണ്ട്. കറക്റ്റാ. പക്ഷെ ആ തോൽവിയുടെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ, ഇപ്പോൾ നമ്മളൊരാൾ മരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തില്ലേ? മരിച്ചെന്തായാലും ഇപ്പോൾ ഹൃദ്രോഗം കൊണ്ടാണ് മരിച്ചത്. തലച്ചോറിന് യാതൊരു കുഴപ്പമുണ്ടായില്ല, കൈയൊന്നും ഒടിഞ്ഞിട്ടില്ല. പണ്ടൊക്കെ തോൽക്കുമ്പോൾ കൈ ഒടിയും അങ്ങനെയൊക്കെ. ഇപ്പം അതല്ല, ഹൃദ്രോഗമാണ്. ഹൃദയത്തിനാണ് ആഘാതം ഉണ്ടായിട്ടുള്ളത്, മസ്തിഷ്കത്തിനാണ് ആഘാതം ഉണ്ടായിട്ടുള്ളത്. പണ്ടൊക്കെ സ്വയം മനസ്സിലാക്കണം, CPM വലുതായിട്ട് തോറ്റിട്ടുണ്ടല്ലോ. 84-ൽ 3 സീറ്റിലേക്ക് ചുരുങ്ങി. എന്തിനു പറയുന്നു? 77 ഒരു സീറ്റും കിട്ടിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വളരെ മോശമായി. അപ്പോൾ പോലും CPM-ന്റെ കുറെ സ്ട്രോങ് ഹോൾഡ് ഇല്ലേ? പാപ്പിനിശ്ശേരി പഞ്ചായത്ത്, കല്യാശ്ശേരി പഞ്ചായത്ത്, പെരളശ്ശേരി പഞ്ചായത്ത്, അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. എതിരാളികൾക്ക് മറ്റിടങ്ങളിൽ ഉണ്ടായ വർധനവ് കൊണ്ടാണ് തോറ്റത്. അല്ല, ആ ഒരു അവസ്ഥയും ഈ ഡീപ് സ്റ്റേറ്റും എങ്ങനെയാണ്? അതെ, ആ അവസ്ഥ ഈ ഡീപ് സ്റ്റേറ്റ് നടത്തിയിട്ടാണ് ഈ വഴിക്കായത്. ജനങ്ങൾ അകന്നുപോയി എന്ന് മാത്രമല്ല, ഇതൊരു കൊള്ള സംഘമാണെന്നും ഈ ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഇവിടുത്തെ വോട്ടർമാരാണ്, നേതാക്കന്മാരെക്കാൾ കൂടുതൽ. ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗം എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത്, കള്ളക്കടത്ത്, കുട്ടികളുടെ പേരിലുള്ള സമ്പാദ്യങ്ങൾ, ചെറുതായിട്ട് സമ്പാദിക്കുന്നതുകൊണ്ടായിട്ടല്ല, അവർ ജോലി ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ. പക്ഷെ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ച് സമ്പാദിക്കുക, ആ സമ്പാദിച്ചതൊക്കെ പിന്നെ നമ്മുടെ EP ജയരാജൻ പറഞ്ഞ എൻ്റെ ഭാര്യയ്ക്ക്, ഞങ്ങൾക്കറിയാത്ത ജോലിയല്ലല്ലോ, എൻ്റെ ഭാര്യ ഒരു ജോലിക്കാരിയല്ലേ, ഇതിനേക്കാളും ഭേദപ്പെട്ടൊരു ജോലി ചെയ്തിരുന്നു ബാങ്കിൽ, കോപ്പറേറ്റീവിൽ. നമ്മുടെ പൊതുപ്രവർത്തകരുടെ ഭാര്യമാരെല്ലാം പ്രത്യേകിച്ച് CPM-ലായാലും കോൺഗ്രസ്സിലായാലും എല്ലാം ജോലി ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ പലപ്പോഴും നേതാക്കന്മാരുടെ ബന്ധുക്കൾ എന്ന നിലയ്ക്ക് തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങ് കരുതുന്ന ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി പ്രവർത്തിച്ചവർക്കൊക്കെ കോടികൾ സമ്പാദ്യം പല തലങ്ങളിലുണ്ട്. കോടാനകോടി, വെറും കോടിയല്ല, ആ കോടാനകോടി രൂപ സമ്പാദിച്ച് ആ പണം സംരക്ഷിക്കുക. ഇനി അടുത്തത്, ഇപ്പോൾ P ജയരാജനെ കുറിച്ചുള്ള ആക്ഷേപം എന്തായിരുന്നു? P ജയരാജനെ കുറിച്ചുണ്ടായിരുന്ന ആക്ഷേപം അദ്ദേഹം കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു ഗുണമുണ്ട്, കൊലപാതകങ്ങൾ കുറഞ്ഞു. അല്ല, മകൻ വിദേശത്തൊക്കെ പോയി. ആര്? ജയരാജന്റെ, P ജയരാജൻ. എനിക്കറിയില്ല. പക്ഷേ സ്വർണം പൊട്ടിക്കുന്നതും അവരുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത്. മകന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. സ്വർണം പൊട്ടിക്കുന്ന തില്ലങ്കേരിമാരുമായിട്ടല്ലേ? തില്ലങ്കേരിമാർ ഇദ്ദേഹത്തിന്റെ പാടിപ്പോഴ്ത്തുന്ന വാഴ്ത്തുപാട്ടുകാരാണ്. അത് MV ജയരാജനാണ് ഈ അടുത്ത കാലത്ത് കുറെ സത്യം പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള കുറെ ആളുകൾ. എന്തിന്? ഇനി സാമൂഹ്യ മാധ്യമവും ഇവരുടെ ഒരു വലിയൊരു ശക്തിയാണ്. പോരാളി ഷാജി, ഇപ്പൊ MV ജയരാജൻ പറയാണ്, പോരാളി ഷാജി ഇറങ്ങി വരൂ,
എവിടെ നിന്ന് ഇറങ്ങിയത്? ഒടുവിൽ പോലീസ് പുകച്ച് പുറത്ത് ചാടിച്ചു. എവിടെ? ആരാന്നിപ്പോഴും അറിഞ്ഞൂടാ. രണ്ടു വേറെ പല പേരുകൾ വന്നിട്ടുണ്ട്. ആരാണ് എഡ്മിൻ എന്ന് വ്യക്തമാക്കണം. ഞാൻ ഈയിടെ ഒരു CPM നേതാവിനെ ട്രെയിനിൽ വെച്ച്, പേര് പറയുന്നില്ല, അവർ പറഞ്ഞു, ജോണേ എനിക്കെതിരായിട്ട് ഭയങ്കര അറ്റാക്കാണ്. ഞാനൊരു കാര്യം ചെയ്യുന്നത്, 4 പാർട്ടികളാണല്ലോ ഇവിടെ ഈ സംവിധാനം ശക്തമായിട്ടുള്ളത്. എനിക്ക് ചെറിയൊരു തലൊക്കെ ഉള്ളൂ. കോൺഗ്രസ്, CPM, BJP, മുസ്ലിം ലീഗ്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ളത് കുറച്ചേ ഉള്ളൂ. നിങ്ങൾ 4 പേരും കൂടെ ഒന്ന് മേശയ്ക്ക് വിട്ടിരിക്കുക. മുഖ്യമന്ത്രി മുൻകൈ എടുക്കട്ടെ. നമ്മുടെ പാർട്ടികൾ ആരും എതിർ പാർട്ടികളെ ഭർസിക്കരുത്, നിന്ദിക്കരുത്. നമ്മുടെ കാര്യം പറയുക, മാന്യമായ ഭാഷയിൽ വിമർശിക്കുക. പണ്ട് മുദ്രാവാക്യം വിളിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്വയം അറിയാമോ? ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ എതിരാളികളെ മോശമായി വിളിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഒരു മുദ്രാവാക്യം അച്ചടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ വിളിക്കുമല്ലോ. പക്ഷേ കോൺഗ്രസിനേക്കാൾ ചിട്ടയോടുകൂടിയാണ് സാധാരണ തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചിരുന്ന ഈ പാർട്ടി. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു 2-3 മുദ്രാവാക്യങ്ങൾ കഴിഞ്ഞാൽ അതിൽ ആർക്കൊക്കെ സിന്ദാബാദ് വിളിക്കാം. EMS AKG സുന്ദരയ്യ സിന്ദാബാദ്. അവിടെ തോന്നുന്നവർക്കൊന്നും സിന്ദാബാദ് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രയും ചിട്ടയായി പ്രവർത്തിച്ചിരുന്നൊരു പാർട്ടി ഈ പോരാളി ഷാജിന്ന് ഇപ്പോൾ അവരാക്ഷേപിക്കുന്ന ആളുകളെ അടക്കം വെച്ച് ഈ ഡീപ് സ്റ്റേറ്റിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ദിവസം ഇതിനെ പാർട്ടിയുമായി കൂട്ടിക്കെട്ടണ്ട എന്ന് MP ഗോവിന്ദൻ പറഞ്ഞ ഡീപ് സ്റ്റേറ്റിനെ തള്ളി പറഞ്ഞതാണോ? തള്ളി പറഞ്ഞതാണ് ഒരർത്ഥം വരെ. ഒരർത്ഥം. അപ്പൊ ഗോവിന്ദൻ ഇതിന്റെ ഭാഗമല്ലേ? ഗോവിന്ദൻ ഇതിനകത്ത് പെട്ടുപോയില്ലേ? ഗോവിന്ദൻ ഭാഗമല്ലേ എന്ന് പറഞ്ഞ് 2-2 അല്ലല്ലോ. ഈ ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിയല്ലേ തള്ളി പറയുന്നത്. ഗോവിന്ദൻ എന്ത് ചെയ്യണം? നിൽക്കകളില്ല. അദ്ദേഹത്തിനൊന്നും മനസ്സിലാവണില്ല. അദ്ദേഹം ഈ സ്റ്റേറ്റ് പൊളിറ്റിക്സ് അധികം കൈകാര്യം ചെയ്തിട്ടുള്ള ആളല്ല. DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം കണ്ണൂരല്ലേ ആയിരുന്നത്. തിരുവനന്തപുരത്ത് വന്നതിൻ്റെ ചുമതല എടുത്ത് മന്ത്രിയായതിനു ശേഷം പോലും ഇത് ഇത്രയും ഭീകരമാണ് സംഭവം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. വളരെ പച്ചയ്ക്ക് ചോദിച്ചാൽ ഈ ഡീപ് സ്റ്റേറ്റിന്റെ ക്യാപ്റ്റൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയല്ലേ? സംശയാന്ത്. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ ആളുകൾ ഇപ്പോൾ അതിൻ്റെ ഇരയായി പിണറായി വിജയൻ മാറും എന്നുള്ളതാണ്. അതിനി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമോ? വലിയ ഹോളിവുഡ് സിനിമകളിലൊക്കെ നായകനായി നിൽക്കുന്ന ചില ആൾ തന്നെ വില്ലനായി മാറുന്നു. എക്സാക്ട്ലി. നമ്മൾ സിനിമയുടെ അവസാനത്തെ 10 മിനിറ്റ് വരെ നായകനാണെന്ന് വിചാരിച്ച ആളാണ് യഥാർത്ഥ വില്ലൻ. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില തലങ്ങൾ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവർ, സ്വർണ്ണക്കള്ളക്കടത്തിൽപ്പെട്ടവരെ കൊല്ലിക്കുന്നവർ, അവരെ തട്ടിക്കൊണ്ടുപോകുന്നവർ, ഇതൊക്കെ കൂടി ഒരു നെക്സസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അത് തന്നെയാണ് ഞാൻ ഈ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു. പിന്നെ അതിൽ പറഞ്ഞാൽ പിന്നെ വേറൊന്നും പറയേണ്ടി വരില്ലല്ലോ. ഇപ്പൊ നമ്മുടെ അവിടെ മാധ്യമങ്ങളടക്കമുള്ള ആൾക്കാർ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഒഴിവാക്കാൻ വേണ്ടി ADGPയെ വിട്ട് അത് സമവായ ചർച്ച, എതിരാളികളുമായിട്ട് ചർച്ച, അത് വലിയ വലിയ സംഘങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടു കാണും. അല്ല, സിനിമയിൽ കണ്ടിട്ടില്ലേ? അവര് ഒരു യോഗത്തിന് വരും. ആര്? വലിയ വലിയ സംഘങ്ങളുടെ തലവന്മാര്. അപ്പൊ 2 പേരെയും പരിശോധിക്കാൻ എതിർഭാഗത്തിന്റെ ആളുകളെ ചുമതലപ്പെടുത്തുക കണ്ടിട്ടുണ്ടോ? എന്നെ പരിശോധിക്കുന്നത് സിനിമയിലുള്ള കാര്യങ്ങളല്ലേ? സ്വയമന്റെ ആളാണ്. സ്വയമനെ പരിശോധിക്കുന്നത് എൻ്റെ ആളാണ്. പരിശോധിച്ച് ആരുടെയും അരയിൽ ബോംബുകളോ തോക്കുകളോ എല്ലാം ഒരു മുറിയിൽ നമ്മൾ ഇരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിച്ചവർ പിരിയും. അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങാണ്. അപ്പോൾ ഏറ്റവും ശത്രുവായി കണ്ട RSSുമായി സംസാരിക്കുക. അവിടെയാണ് തൃശ്ശൂർ പൂരം വരുന്നത്. അല്ല, പൂരം കലക്കിയതിന് പിന്നിൽ സതീശനാണ്. അതിലേക്ക് ഞാൻ വരാം. അല്ല, അൻവർ പറഞ്ഞത് ഞങ്ങളും എല്ലാം മുഖവലിക്കൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ട് അൻവറിനെ ഗൗരവമായി എടുത്തു എന്ന് ചോദിച്ചാൽ, അൻവർ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാളിയാണ് അല്ലേ? ആ പോരാളിയുടെ വായിൽ നിന്ന് നിങ്ങൾക്കെതിരെ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പെസിഫിക് ആണ്, മൊനവെച്ചല്ല. ഞങ്ങൾക്കെതിരെ പറയാന്നുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയാണല്ലോ. ഞങ്ങൾക്കെതിരെ അൻവർ പറഞ്ഞതിനൊന്നും വലിയ കാര്യമില്ല. കാരണം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൻവർ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരിൽ വലിയൊരു വിഭാഗം സ്ത്രീ പീഡകരാണ്, ക്രൂരമായ ലൈംഗിക വേട്ടകൾ അവർ നടത്തുന്നു. ഇതൊക്കെ അന്വേഷിക്കേണ്ട മുഖ്യമന്ത്രി വെറുതെ ഇരിക്കുകയല്ലേ? അല്ല, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവരുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്ത് ഇവര് അത് അതുകൊണ്ട് ഭരണത്തിന്റെ അതിൻ്റെ തന്നെ നിഗൂഢ ഭരണകൂടത്തിന്റെ വക്താവായ അൻവറിന്റെ വായിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞത് മറ്റേതിന് ഇക്വേറ്റ് ചെയ്യണ്ട. ഈ കണ്ണൂർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള അർജുൻ ആയങ്കിയെ പോലെയുള്ള സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ, ഈ അർജുൻ ആയങ്കിയെ പോലുള്ളവർ സ്വർണം പൊട്ടിക്കുന്നു എന്ന പരാതികൾ നേരത്തെ മുതൽ കേൾക്കുന്നതാണ്. അപ്പോൾ ഇപ്പൊ അൻവർ പറയുന്നത്
അവരെക്കാൾ ഭീകരന്മാരെ പോലീസാണ് സ്വർണം പൊട്ടിക്കുന്നത്. അപ്പം ഞാനീ പറഞ്ഞോടുകൂടി നിങ്ങൾക്ക് വെറും ചോദ്യങ്ങളൊന്നും ചോദിച്ചു വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള ചിത്രം എന്താണെന്നറിയോ? CPM ഒരു കേന്ദ്ര കമ്മിറ്റി ഉണ്ടോ? അവർക്കിതിൽ ഇടപെടാനുള്ള ശക്തി അല്ല, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടോ? അല്ല, അവിടെ ധാരാളം ആളുകൾ ഇരിപ്പുണ്ട്. MA ബേബി, വിജയരാഘവനൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്. അവരെന്താണ് ചെയ്യണേ? അവരിത് നിരീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞത് CPM-ന് പോളിറ്റ് ബ്യൂറോ ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ അവർക്ക് വല്ല ഈ കടലാസിൽ പിന്നെ മെമ്പർഷിപ്പിൻ്റെ കണക്ക് കൂട്ടിയിലേക്ക് പിരിച്ചെടുക്കുക, അങ്ങനെയുള്ള ക്ലറിക്കൽ വർക്കല്ലാതെ അവിടുത്തെ ചെലവ് നോക്കുക, എന്തെങ്കിലും വിദേശയാത്ര അല്ലെങ്കിൽ കാറിൻ്റെ വാടക ഇതൊക്കെ നോക്കുക എന്നല്ലാതെ ഈ പോളിറ്റ് ബ്യൂറോ ഒരു പൊളിറ്റിക്കൽ ബ്യൂറോ അല്ലാതായില്ലേ? അല്ല, കോടാനുകൂടി അവരുടെ കയ്യിലുണ്ടല്ലോ. അതൊക്കെ അതാ പറഞ്ഞ അതിൻ്റെ പലിശ കാര്യങ്ങൾ നോക്കുക. അൻവർ ഉന്നം വയ്ക്കുന്നത് UDF-നെ കൂടിയാണ്. അപ്പോൾ ഒരു പേടി UDF-ന്റെ ഉള്ളിലുണ്ടോ? കാരണം എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ അൻവറിന് അറിയാവോ? അതാ ഞാൻ പറഞ്ഞത്. UDF-നെ അൻവർ ഉന്നം വയ്ക്കുന്നു എന്നുള്ളൊരു പുതുമയുള്ള കാര്യമല്ല. UDF-നെ വരെ എന്തും പറയാനുള്ള ഒരാളായിരുന്നു അൻവർ. അങ്ങനെ UDF-നെതിരെ എന്തും പറയുന്ന അൻവർ LDF-നെതിരെ പറയുന്നത് നമ്മളിപ്പോൾ നോക്കണ്ടു. മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? അതെ, ഗവൺമെൻറ് ഞങ്ങളുടെ അല്ലല്ലോ, ഞങ്ങൾക്കെതിരെ എന്ത് പറഞ്ഞാലും അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് തന്നെയല്ലേ പറഞ്ഞത്. സാധാരണ അസംബ്ലി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പുറത്തിറങ്ങി പറയാനാണ് പറയുക, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ. പക്ഷേ സതീശൻ എന്താ പറഞ്ഞു? VD സതീശൻ അന്വേഷിക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് അൻവറിന്റെ വാട്സാപ്പിൽ 900 മെസ്സേജുകൾ ആഭ്യന്തര വകുപ്പിന് എതിരെ കിട്ടിയെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം അൻവർ എന്ന പിണറായിയുടെയും CPM ഭരണത്തിൻ്റെയും ഇടതുമുന്നണി ഭരണത്തിൻ്റെയും വക്താവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ആയിരുന്ന ആള് ഭരണത്തിനെതിരായി. ഇതാരന്വേഷിക്കും? ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുമോ? ആഭ്യന്തര വകുപ്പ് പരാജയമായി. ആഭ്യന്തര വകുപ്പ് പൊളിഞ്ഞു. പരാജയം എന്നൊക്കെ വളരെ നല്ലൊരു വാക്കല്ലേ? അതുകൊണ്ടാണ് ഞാൻ CBI അന്വേഷിക്കണം എന്ന് പറയുന്നത്. CBI അന്വേഷിച്ചിട്ട് എന്താ സംഭവിക്കുക എന്നുള്ള രണ്ടാമത്തെ വിഷയം. എന്തായാലും ഇതിനൊരു വേ ഔട്ട് വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വേ ഔട്ട് നമ്മൾ എവിടേക്കാണ് ഇത് പോകുന്നത് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബംഗാളിലേക്കാണ്. അല്ല, പിണറായി പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ വരുന്നു. അതിൽ വലിയ കഥയുണ്ടോ എന്നെനിക്കിപ്പോൾ പറയാനായിട്ടില്ല. കാരണം പിണറായി വിജയനെ അങ്ങനെ CPM-ൽ ഒറ്റപ്പെടുത്താൻ മാത്രം വലിയൊരു നേതാവ് ആ പാർട്ടിയിൽ വളർന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെ നിരീക്ഷണത്തിലില്ല. അല്ല, പാർട്ടി നേതാക്കളൊക്കെ മരയുള്ളകളാണോ എന്നുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കില്ല. എൻ്റെ സഹപ്രവർത്തകർ എന്ന ആളുകളൊന്നും അങ്ങനെയൊന്നും നമ്മുടെ ഒരു പൊതുമണ്ഡലത്തിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. CPM-ലെ നേതാക്കന്മാരുടെ വ്യക്തിപരമായ വിഷയമല്ലല്ലോ. അവർ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്താ? എല്ലാം പിണറായി വിജയനിലേക്ക് അവർ ചുരുക്കി കൊടുത്തു. ഇപ്പോൾ അവർ കിടന്ന് നട്ടം തിരിയാണ്. അതാണ് നമ്മൾ പറഞ്ഞ പോളിറ്റ് ബ്യൂറോയിൽ പലരുണ്ട്. ഞാൻ അവരെയൊക്കെ അറിയുന്ന ഒരാളും എന്നെ അവർക്കും അറിയാം. അവരുടെ എല്ലാം മിക്കവരുടെയും പ്രവർത്തകരാണ് ഞാൻ. പക്ഷെ അവർ നിസ്സഹായരാണ്, ഹെൽപ്ലെസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് ബംഗാളിലേക്കല്ലേ പോകുന്നത്? വന്ദേ ഭാരതിനേക്കാൾ സ്പീഡിലാണ് പോകുന്നത്. ഇത് തന്നെയാണ് അവിടെ വേറൊരു തരത്തിലുണ്ടായത്. അവിടെ ഇതിനേക്കാളും വ്യവസ്ഥാപിതമായിരുന്നു അവിടുത്തെ പാർട്ടിയും ഭരണവും. ഇപ്പോൾ ഈയിടെ അന്തരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യയൊക്കെ അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ആൾക്കാർ വ്യക്തി എന്ന് എനിക്ക് വളരെ നല്ലതായി പറഞ്ഞല്ലേ. ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു, പാവം, വളരെ സിമ്പിളായിട്ടുള്ളതായി. പക്ഷേ അവിടെ 34 വർഷത്തെ ഭരണം കൊണ്ട് അവിടുത്തെ ഒരു നേതാവ് പണ്ട് പറഞ്ഞു, പറഞ്ഞെന്നറിയോ? ഇപ്പോഴല്ല, 25 കൊല്ലം മുമ്പ്, ബൈ ദ കോൺട്രാക്ടർ, ഫോർ ദ കോൺട്രാക്ടർ, ഓഫ് ദ കോൺട്രാക്ടർ. കോൺട്രാക്ടർമാർക്ക് വേണ്ടി കോൺട്രാക്ടർമാരുടെ ഭരണമെന്ന് ജ്യോതിബാസുവിൻ്റെ ഭരണത്തെ നോക്കി പറഞ്ഞു. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് ആ കോൺട്രാക്ടർ എന്നുള്ള എന്ന പേരിന് പകരം കൊള്ളക്കാർ എന്നെഴുതിയാൽ മതി. ഇപ്പം ഞങ്ങളത് എഴുതിയപ്പോൾ സർക്കാരല്ല ഇത്, കൊള്ളക്കാർ എന്ന് എഴുതിയപ്പോൾ എനിക്ക് തന്നെ അത് ഇത്രയും വേണോ എന്നൊരു തോന്നല്. ഡീപ് സ്റ്റേറ്റിലെത്തി. അത് കൊള്ളക്കാരൻ്റെ അപ്പുറത്തും പോയി. അതുകൊണ്ട് ബംഗാളിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ഡെസർട്ടിങ് പാർട്ടിയിൽ സംഭവിക്കുമോ എന്ന് ഞാൻ നോക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ്. ബ്രാഞ്ച് സമ്മേളനത്തിൽ ആളില്ല. ഞാനൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്ന് താങ്കൾക്കറിയാമോ? തുടക്കത്തിലല്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം
എനിക്ക് തന്ന അസൈൻമെന്റ് LC സെക്രട്ടറിയാണ്. അവിടെ നിന്ന് പാർട്ടിയിലേക്ക് അങ്ങ് ഓരോ പടിപടിയായിരുന്നു. അങ്ങനെയായിരുന്നു. വളരെ രസകരമായൊരു അസൈൻമെന്റ് ആയിരുന്നു. കോടിയേരി ബാലകൃഷ്ണനും ഞാനും G. സുധാകരനും മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ CPM-നോടൊരു സഹതാപം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു അനുകമ്പ വളരെയധികം ഉണ്ട്. അനുകമ്പയുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട്. അത് ഇവരുടെ ആരുടെ അല്ലല്ലോ, അത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടായൊരു പ്രസ്ഥാനമല്ലേ. ആ പ്രസ്ഥാനത്തോട് അനുകമ്പ, ഞാനതിൻ്റെ ഭാഗമല്ലേ. അല്ല, KT ജലീൽ പറഞ്ഞ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിലൊന്നും വലിയ കഥയില്ലെന്നാണ്. ജലീലിന് ഇതിൽ വല്ല കാര്യമുണ്ടോ? ജലീലിനെ ഞാൻ പരിചയപ്പെടുന്ന കൊരമ്പയിലിന്റെ ഒരു അനുയായിയായിട്ട്, അത് വേറെ വിഷയം. ഗുരുവിന്റെ ഭക്ഷിക്കാണ് രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ ഞാൻ ജലീലിനെ ഒന്നും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കൂട്ടുന്നില്ല. അല്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ആരോപിക്കണത്? അല്ല, അത് ഈ അൻവറും ഒരു പാർട്ടിക്കാരനല്ലല്ലോ. അല്ല, ഞാനിവിടെ പറഞ്ഞു വന്നത് ഒരു ബ്രാഞ്ച്, നമ്മൾ പറഞ്ഞ് വഴി തെറ്റി പോവുകയാണ്. ഒരു ബ്രാഞ്ച് സമ്മേളനം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ബ്രാഞ്ച് സമ്മേളനം എന്നല്ല, ബ്രാഞ്ച് യോഗം എന്നാണ് പറയേണ്ടത്. അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ പങ്കെടുക്കുന്നതെല്ലാം തൊഴിലാളികളാണ്. അവർക്ക് ഒരാളോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. പാർട്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. ലോക്കൽ സമ്മേളന പ്രതിനിധികൾ തിരഞ്ഞെടുപ്പ്. അവിടെ വന്നാൽ അവർ ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. അതുകൊണ്ടാണ് പലരും നടപടിയെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട സാധനങ്ങളൊന്നും മാറ്റിയത്. എന്ന് പറഞ്ഞാൽ സാധാരണ പാർട്ടി മെമ്പറായി. അപ്പോൾ പാർട്ടി മെമ്പറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ. അതെ. ആ പാർട്ടി മെമ്പർമാർക്ക് വേണ്ടാത്ത പാർട്ടി പിന്നെ ആർക്ക് വേണം? ഇപ്പം ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പാർട്ടി മെമ്പർമാർ CPM-ൻ്റെ കൂടെയല്ലേ മഹാഭൂരിപക്ഷം നിന്നത്. കാരണം എന്താ? അവരുടെ പാർട്ടിയല്ലേ. അല്ല, കഴിഞ്ഞ ദിവസം ഒരു ലോക്കൽ സെക്രട്ടറി എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞത്, അവരൊരു സമ്മേളനം യോഗം ചേർന്നപ്പോൾ വളരെ വിഷമിച്ച് കുറേ മെമ്പേഴ്സിനെ കൊണ്ട് നിർത്തി. അപ്പോൾ ഇവർ പരസ്പരം ബ്രാഞ്ച് സമ്മേളനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ ശകാരിച്ചു, ഇവർ ഡിസിപ്ലിൻ പാലിക്കണമെന്ന്. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് പല പണിയുണ്ട്, നിങ്ങൾ ഇത്ര നിർബന്ധിച്ചുകൊണ്ട് വന്നിരിക്കുക, വലിയ മൂപ്പിച്ചാൽ ഞങ്ങളങ്ങ് ഇറങ്ങിപ്പോകും. പണ്ടൊക്കെ അത് നടക്കുമായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ പലരും നിരക്ഷരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പം അത് ഞാൻ വളരെ പ്ലസ്സായിട്ട് പറയാം കേട്ടോ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ചിത്രബാനു, സാക്ഷാൽ നോവലിസ്റ്റ് ചെറുകാടില്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ ചെറുപ്പത്തിൽ അവൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായി. ഞാൻ കഥ പറയാണ്. അപ്പോൾ ഞാൻ ചിത്രബാനോട് ചോദിച്ചു, നീ അങ്ങനെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി? പട്ടാമ്പിയിലാണ്. അത് സഖാവിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ LC മെമ്പർമാർക്ക് എഴുത്തില്ല, അവർക്ക് എഴുത്തറിയില്ല. അപ്പോൾ ഞാനൊരു SFIയുടെ പ്രവർത്തകനും ചെറുകാട് സഖാവിൻ്റെ മകനല്ലേ. അപ്പോൾ എന്നെ ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തിട്ടുള്ളത് മിനിറ്റ്സ് എഴുതാനാണ്. പക്ഷേ കൃത്യമായി മിനിറ്റ്സ് കണക്ക് സൂക്ഷിക്കും. അവരുടെ ദാരിദ്ര്യം കൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ ഗൗരവമുള്ള ആളുകളായിരുന്നു തൊഴിലാളികൾ. അപ്പം ഇന്ന് ആ പാർട്ടി ഇവർ കൊണ്ട് തുലച്ചില്ലേ. ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ഞാനൊരു ചെറിയ പാർട്ടി കൊണ്ടു നടക്കാൻ എൻ്റെ 24 മണിക്കൂർ ഉപയോഗിക്കല്ലേ. മനസ്സിലായി. ഇപ്പം ഞാൻ തന്നെ ഒന്ന് വരാൻ വൈകിയത് ഒരു കമ്മിറ്റിയിലിരുന്നുകൊണ്ട് വൈകിയതാണ്. മനസ്സിലായി. അവിടെ ഇരുന്ന് സംസാരിക്കുക, അവരുടെ കുട്ടികളോടും അവരുടെ കൊച്ചുമക്കളോടും സംസാരിക്കുക എന്നുള്ളത് പാർട്ടി ലൈഫാണ്. ഞങ്ങളൊന്നും പാർട്ടി വർക്ക് ചെയ്തവരല്ല. ഇപ്പം ഈ അൻവർ ദുരന്തം എവിടെ ചെന്ന് അവസാനിക്കും? അൻവർ ദുരന്തം എന്ന് ഞാനതിനെ വിളിക്കുന്നില്ല. ഈ നിഗൂഢ ഭരണകൂടത്തിൻ്റെ ദുരന്തം, ഡീപ് സ്റ്റേറ്റ് ദുരന്തം, ഡീപ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ക്രൈസിസാണ് ഇപ്പോൾ. ആ ഡീപ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ അത് CPM-നെ കൊണ്ടുപോകുമോ എന്ന് ഞാൻ വാച്ച് ചെയ്യാണ്. ഞാൻ അത് ആഗ്രഹിച്ചിട്ട് പറയല്ല. അതുകൊണ്ട് RSS-ഉമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ അത് വെളിവായിരിക്കുന്നു. RSS-ഉമായിട്ട് പലതരത്തിലുള്ള EP ജയരാജനെ എന്തിനാണ് നടപടിയെടുത്തത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, BJP നേതാവ് ഒരു കാര്യം മനസ്സിലാക്കണം. EP ജയരാജൻ, ജാവ്ദേക്കർ, പ്രകാശ് ജാവ്ദേക്കർ, പ്രഭാതവേരി എന്നൊക്കെ പറയുന്ന പോലെ പ്രഭാരിയുടെ കണ്ടു, കൊച്ചുമോൻ്റെ ബർത്ത്ഡേക്ക് കണ്ടു. അതെ, അത് പിന്നെ പറയാനുണ്ട് തമാശ. അതോടെ നിൽക്കട്ടെ. എന്തായാലും കണ്ടതിൻ്റെ പേരിലാണോ നടപടി? അതെ അല്ലേ? അതും ആ പ്രകാശ് ജാവ്ദേക്കർ അനുവാദം ഒന്നും മേടിക്കാതെ പോയ വഴി ഇങ്ങോട്ട് വന്ന് കണ്ടതാ. അതിനെക്കുറിച്ചൊരു തമാശ വായിൽ MPR ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ അത്രയും കൂടെ 10-25 കൊല്ലം നടന്നല്ലേ. ഒരാൾ
തെങ്ങ് കയറി തേങ്ങയിടാനായിട്ട്. രാത്രി ഉടമസ്ഥൻ വന്ന് ടോർച്ച് അടിച്ചു. എന്താണ് എൻ്റെ തെങ്ങിലിരിക്കുന്നത്? അത് ഞാൻ വഴി തെറ്റിയിട്ട് കയറി. വഴി കെട്ടിയിട്ട് തെങ്ങിലാണോ കയറണത്? അതല്ല, ഞാൻ ഇറങ്ങുന്നത്. ബിയാർ ഭയങ്കര ഫലിതം പറയുന്ന ആളാണ്. മൂപ്പരുടെ മുഖത്ത് വലിയൊന്നും ചിരിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ പ്രഭാരി വഴി തെറ്റിയിട്ട് കയറി എന്നാണ് ആര് പറയുന്നത്? EP പറഞ്ഞത്. അപ്പൊ പ്രഭാരിയെ കണ്ടതിന്റെ പേരിൽ നടപടിയെടുത്തതിന്റെ പിറ്റേ ദിവസമാണ് ഈ പൊട്ടിത്തെറി. അപ്പൊ അജിത് കുമാർ തന്നെ കണ്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ EP ജയരാജനും അൻവർ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കറിയില്ല. പക്ഷേ EP ജയരാജന്റെ പേരിൽ RSS ബന്ധത്തിന്റെ പേരിൽ നടപടിയെടുത്ത് മഷി ഉണങ്ങുന്നതിന് മുമ്പ് അൻവർ പൊട്ടി അല്ല, അജിത് കുമാർ RSSനെ കണ്ടു എന്നുള്ള വിവരം പുറത്തു വന്നു. അതെ അതെ അല്ലേ? അപ്പൊ ഇതെല്ലാം ഡീപ് സ്റ്റേറ്റിന്റെ ചിത്രങ്ങളാണ്. അപ്പൊ അവിടെ നേരത്തെ നടന്നിരിക്കുകയല്ലേ? അപ്പൊ അങ്ങ് കരുതുന്നത് ഇതിനേക്കാൾ ഭയാനകമായ പല വിസ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവിന് ഈ വിവരം കിട്ടുമോ? ഞാൻ സോഴ്സ് ചോദിക്കില്ല, അദ്ദേഹം പറയാറില്ലല്ലോ. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വിവരം കൊടുത്തില്ലേ? അതെ. എന്നെ നടപടിയെടുത്ത് സൂഹിക്കണ്ട. പിണറായി വിജയനോടാണ് മറുപടി. ഇപ്പൊ ചോദ്യം, ഞാൻ RSS നേതാവിനെ കണ്ടു അല്ലേ? അതെ. അതിന്റെ പേരിൽ ഞാൻ പോണം. നിങ്ങളുടെ ആളും കണ്ടില്ലേ? ഇതല്ലേ ചോദ്യം. അതിലൊരു തർക്കം നടക്കുന്നുണ്ട്. സ്വകാര്യ സന്ദർശനമാണോ അതോ അവിടെ നിൽക്കട്ടെ, എന്തായാലും അവർ ഡിഫൻസിലായില്ലേ? ഇതിൽ ചിരിക്കുന്നത് EP ജയരാജനാണല്ലോ 100 വട്ടം അല്ലേ? പിന്നെ അപ്പൊ ജയരാജൻ വരുന്നത് വരെയും അത് ലീക്ക് ചെയ്തില്ലല്ലോ. ജയരാജൻ പുറത്താവുന്നവരെ ജയരാജൻ പുറത്താവുന്നവരെ ഇത് ലീക്ക് ചെയ്യപ്പെട്ടില്ലല്ലോ. ഇല്ലില്ല. അല്ല, പക്ഷെ അൻവറിന്റെ പോരാട്ടം തുടങ്ങിയത് അതിന് ശേഷമാണ്. അതും ചേർത്ത് വായിക്കാമല്ലോ. വായിക്കാം. ഞാൻ ചേർത്ത് വായിക്കണം എന്ന് നിർബന്ധിക്കുകയല്ല. നമ്മുടെ രാഷ്ട്രീയത്തിലെല്ലാം നമ്മൾ ഒത്തു നോക്കണ്ടേ. എന്തായാലും ജയരാജനെ താഴെ ഇറക്കിയതിന് ശേഷം CPM ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. എങ്ങനെ ഉറങ്ങാൻ? അല്ല, പട്ടിപ്പട്ടിയായിട്ട് വരല്ലേ. അപ്പൊ ഇതിൽ ചിരിക്കുന്നതാരാ? അല്ലേ? EP ആണ് ഏറ്റവും ഭംഗിയായി ചിരിക്കുന്നത്. പക്ഷെ P ജയരാജൻ ഉൾപ്പെടെ എല്ലാവർക്കും ചിരിക്കാനുള്ള കിട്ടുന്നുണ്ട്. വരാതിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് EP ജയരാജന് കൃത്യമായ RSS ബന്ധമുണ്ട്. വ്യക്തമാണല്ലോ. അതെ. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്തായിരുന്നു? CPM-ഉം ഒരു ഭാഗത്തും BJP മറുഭാഗത്തും അല്ലേ? അതെ അതെ. ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ചിലപ്പോ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരിക്കും നെഗ്ലിജിബിൾ ഫോഴ്സായിട്ട് മാറാൻ പോകുന്നത്. കാരണം ഇവിടെ ഒരു അനിൽ ആന്റണി എന്ന് പറഞ്ഞിട്ട് എട്ടും മുട്ടും തിരിയാത്ത ഒരു കുട്ടി, ഞാൻ ആരെയും മോശമായിട്ട് പറയാറില്ല, പക്ഷെ ഫൂൾ ഓഫ് ദ 3rd ഗ്രേഡ് എന്നൊരാളെ ഞാൻ പരസ്യമായി വിളിച്ചത് ആ കുട്ടിയെ മാത്രം. അല്ലാണ്ട് ഞാൻ പരസ്യമായിട്ട് പറയും, വഞ്ചകൻ. പത്മജ വേണുഗോപാൽ ഒരു പിന്നെയും കുറെ കാലം രാഷ്ട്രീയത്തിൽ നിന്നൊരു വ്യക്തിയാണ് അല്ലേ? പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് അവരും തെറ്റായ സമീപനം എടുത്തത് അല്ലേ? അല്ല, അതൊക്കെ ഒരു BJP രാഷ്ട്രീയം. നമ്മൾ പക്ഷേ അല്ലല്ല, അതുപോലെ അല്ല EP ജയരാജന്റെ പോക്ക്. ഡീപ് സ്റ്റേറ്റിലെ ക്രൈസിസ് ഉപയോഗപ്പെടുത്തുന്നത് RSS ആണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായി. അവര് വെറുതെ ഇരിക്കുകയല്ല, അവര് സ്പെക്ടേറ്റേഴ്സ് അല്ല. നിങ്ങളെ ആദ്യം അതിലേക്ക് കൊണ്ട് തള്ളിയിട്ടു അല്ലേ? നിങ്ങൾ തന്നെ ഉണ്ടായിരുന്ന സ്വയംകൃതാനർത്ഥങ്ങളുടെ ഭാഗമായി നിങ്ങൾക്ക് കേന്ദ്രം ഭരിക്കുന്ന RSS, വെറുതെ ഉള്ള RSS അല്ലല്ലോ, ഇനിയിപ്പോൾ അവരാരും അന്വേഷിക്കാൻ പോണത്. കേന്ദ്രം ഭരിക്കുന്ന RSSനെ ആശ്രയിക്കേണ്ടി വന്നു. അവർ കൃത്യമായി കയറിട്ട് കൊടുത്തു അല്ലേ? ആ കയറിട്ട് കൊടുത്തതിന് ശേഷം അവരെ അടിമകളാക്കാൻ പോവുക. കിണറിൽ നിന്ന് രക്ഷിക്കാനുള്ള കയറ് കൊണ്ട് തന്നെ അവർ കെട്ടി വരിയാൻ പോവാണ്. അപ്പോൾ പിണറായിയുടെ സ്ട്രാറ്റജിയിൽ BJP-യും ഞങ്ങളും
സ്വർണ്ണപ്പണിക്കാരന് ഞാനും മതി എന്ന് പറഞ്ഞതുപോലെ അത് നടക്കാൻ പോകുന്നില്ല. ഈ ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കിയ പിണറായിയും അത് ക്രൈസിസിൽ ബന്ധപ്പെട്ടിട്ടുള്ള CPM-ഉം ഡിസാസ്റ്ററിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡിസാസ്റ്റർ എന്തുമാത്രം അപകടകരമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ CP ജോൺ. നന്ദി, നമസ്കാരം.